അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ കൃത്യമായി പഠിക്കുവാനും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കഴിഞ്ഞ 62 ക്ലാസ്സുകളിലൂടെ 115 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 116, 117, 118 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 116ഉം 117ഉം ചെറിയ 2 ആയത്തുകളാണ്. കുറച്ച് സാധാരണയിൽ വ്യത്യസ്തമായ കുറച്ച് വലിപ്പമുള്ളത് 118ാമത്തെ ആയത്തിന് മാത്രമാണ്. നമ്മൾ കൂടുതൽ ആമുഖം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് 63ാമത്തെ ക്ലാസ് എടുക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞ് ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا
خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. നമ്മൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 115 ആയത്തുകളാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 116, 117, 118 ഈ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനുള്ള ഭാഗം ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം അതിലെ ഓരോ ആയത്തുകളും അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുകയും ചെയ്യാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കാട്ടോ. وقالوا اتخذ الله ولدا وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. ഓക്കെ, അപ്പൊ നമ്മൾ 3 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 116, 117, 118 ആയത്തുകൾ. അപ്പൊ അതിൽ ആദ്യം 116 ആയത്തിലേക്ക് നമുക്ക് വരാം. വഖാലു ഇത്തഖദല്ലാഹു വലദ. ശ്രദ്ധിക്കുക, ഇത്തഖദ എന്നാണ്. വഖാലു ഇത്തഖദല്ലാഹു വലദ. വഖാലു അവര് പറഞ്ഞു, ഇത്തഖദ എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് കൂട്ടി പറയുമ്പോ വഖാലുത്തഖദ വഖാലുത്തഖദ എന്ന് പറയും. അല്ലാതെ വഖാലു ഇത്തഖദല്ലാ എന്നല്ല പറയേണ്ടത്, കൂട്ടിയിട്ടാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സുബ്ഹാന, സുബ്ഹാന അങ്ങനെ പറയാൻ പാടില്ല. സുബ്ഹാനല്ല, സുബ്ഹാന. സുബ് ബ് ഖ് ത് ബ് ജ് ദ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ പദം നമുക്ക് എല്ലാവർക്കും അറിയാം, ഖത്ബ് ജദ് എന്ന് പറയുന്ന ആ വാചകം. അപ്പൊ ബ് സുബ്ഹാനഹു
സുബ്ഹാനഹു. പിന്നെ ബല്ലഹു, ബല്ലഹു, ബല്ലഹു. ബൽ എന്നുള്ളതിന്റെ ലാമിന് സുക്കൂനും ലഹു എന്നുള്ളതിന്റെ ലാമിന് ഫത്ഹുമാണ്. അപ്പോ ആദ്യത്തെ ലാമിനെ നേരെ ശ്രദ്ധിക്കുക, ഞാൻ വരഞ്ഞ് കാണിച്ചുതരാം. ഈ ഒരു ലാം ഉണ്ടല്ലോ, ഈ ലാമിനെ ഇവിടേക്ക് എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്ത് രണ്ടും കൂടി ചേർത്ത് പറയും. നമ്മൾ ഇദ്ഗാം തന്നെ പല രൂപത്തിലുണ്ട്. ഇദ്ഗാമും ബിഗുന്നിയും ഇദ്ഗാം ബിലാഗുന്നിയും മാത്രമൊന്നുമല്ല, ഇദ്ഗാം മുത്തഖാരിബൈൻ, ഇദ്ഗാം മുത്തമാസിലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, മുത്തജാനിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇദ്ഗാമുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഒരേ അക്ഷരങ്ങൾ വരിക. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും വന്നാൽ അതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോ ബൽ ലഹു അതാണ് വേണ്ടേ. പക്ഷെ അത് കൂട്ടി വായിക്കുമ്പോ ബല്ലഹു, ബല്ലഹു. നേരെ ശ്രദ്ധിക്കുക, പിന്നെ തെറ്റിക്കരുത്. ബൽ ലഹു എന്നല്ല പറയേണ്ടത്, ബല്ലഹു കൂട്ടിയിട്ടാണ് പറയേണ്ടത്. ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. കുല്ലുൻ ലഹു ഖാനിതൂൻ. ശരിക്കും നമ്മൾ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച പദങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക വാക്കുകളും. അല്ലെ, വക്കാലു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഇത്തഖദ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അള്ളാ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, വലത് എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. സുബ്ഹാനഹു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സുബ്ഹാൻ അള്ളാ ആ ഒരു പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബല്ലഹു മാഫി സമാവാത്തി വൽ, ബൽ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്, ലഹു മാഫി സമാവാത്തി വല്ലതും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാനിത്തൂൻ എന്ന വാക്ക് മാത്രമായിരിക്കും നമ്മൾ ഇതുവരെ പറയാത്തത് തോന്നുന്നു. ബാക്കിയൊക്കെ പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. എന്താണോ എടുക്കുന്നത് അത് കൃത്യമായി നമ്മൾ പഠിച്ചു പോയാൽ ഒരു പരിധി വരെ നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന പദങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ കഴിയും, പഠിച്ചു പോകുകയാണെങ്കിൽ. അതല്ല നമ്മളിങ്ങനെ ഒരു അഴകുഴമ്പൻ നിലപാടിലാണെങ്കിലോ പിന്നെയും 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 പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്നാ നമ്മൾ തുടങ്ങാണ്. ഓതുന്ന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ. وقالوا اتخذ الله ولدا. സുബ്ഹാനഹു. ഇവിടെ സുബ്ഹാനഹു എന്ന് കഴിഞ്ഞിട്ട് സുയിലയാണ്, അല്ലെ? മറ്റേത് ഖീലയാണ്. ഖീല അല്ലെങ്കിൽ സില. ഖീലയാണെങ്കിൽ നിർത്താം, നിർത്താതിരിക്കാം, നിർത്തലാണ് ഉത്തമം. ശ്രദ്ധിക്കുക, നിർത്തലാണ് ഉത്തമം. ഖീല അങ്ങനെ വരുമ്പോൾ നിർത്തുകയാണ് നല്ലത്. സിലയാണെങ്കിലോ നിർത്തും ചെയ്യാം, നിർത്താതിരിക്കും ചെയ്യാം. ഇനി ഒരാൾ നിർത്തി എഴുതിയിട്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. നിർത്താതിരിക്കലാണ് ഉത്തമം. നേരെ ശ്രദ്ധിക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഖീലയാണെങ്കിൽ നിർത്തലാണ് ഉത്തമം, സുലയാണെങ്കിൽ നിർത്താതിരിക്കലാണ് ഉത്തമം. അപ്പൊ നോടി പറയാം. وقالوا اتخذ الله ولدا. سبحانه بل له ما في السماوات والأرض. كل له قانتون. അവിടെ കുല്ലുല്ലഹു രണ്ട് ലാമ് വന്നു, പക്ഷെ രണ്ടിനും എന്തുണ്ട്? ഹർക്കത്തുണ്ട്. കുല്ലുൻ എന്നുള്ളതിന്റെ ഹർക്കത്തുണ്ട്, ലഹു എന്നുള്ളതിനും ഹർക്കത്തുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. വെറും കുൽ എന്ന് മാത്രമാണെങ്കിലോ, കുൽ ലഹു എന്നാണെങ്കിൽ കുല്ലഹു എന്ന് വായിച്ചാൽ മതി. ഇവിടെ കുല്ലുൻ എന്ന് തന്നെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോന്നും അങ്ങനെ തന്നെ വായിക്കണം. കുല്ലുല്ലഹു ഖാനിതൂൻ. ഓക്കെ, അപ്പൊ ഇതാണ് 116 ആയത്തിലുള്ളത്. ഇനി എന്താണ് ഈ ആയത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ? എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലതും ബനു ഇസ്രായേലരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതിൽ തന്നെ അവരുടെ ചില വാദങ്ങൾ, അവര് സ്വർഗത്തിന്റെ ആളുകളാണ് എന്ന നിലക്കും അള്ളാന്റെ ആളുകളാണ് എന്ന നിലക്കും ഒക്കെ പറഞ്ഞു. അത് മാത്രമല്ല, പിന്നെ
അള്ളാഹുവിന്റെ മസ്ജിദുകളെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന അക്രമികളായ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറയുന്നത് ഏറ്റവും വലിയ ഒരു അക്രമത്തെക്കുറിച്ചാണ്. അള്ളാഹു ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച്. അതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹ് പറയുന്നത്. വഖാലു, അവര് പറയുന്നു, ഇത്തഖദല്ലാഹു വലദ, ഇത്തഖദ സ്വീകരിച്ചു, ഇത്തഖദ സ്വീകരിച്ചു, ഇത്തഖദല്ലാ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, വലദൻ ഒരു സന്താനത്തെ. ഇവിടെ വലത് എന്ന് പറയുമ്പോൾ ആൺകുട്ടി എന്ന അർത്ഥത്തിലല്ല, ഒരു കുട്ടി എന്നുള്ള അർത്ഥത്തിൽ, സന്താനം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ വലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ പൊതുവായിട്ട് എന്ത് ചെയ്യും, വലത് എന്നുള്ള പ്രയോഗം പറയാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വഖാലു, അവര് പറയുന്നു, ഇത്തഖദല്ലാഹു വലദ, ഇത്തഖദ സ്വീകരിച്ചു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, വലദൻ ഒരു സന്താനത്തെ. അതവിടെ അവസാനിക്കണം. എന്നിട്ട് അവര് പറഞ്ഞ ആ വാചകത്തിന് അള്ളാഹ് കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗവും 117 ആയത്തും അതിന്റെ മറുപടിയാണ്. വഖാലു, അവര് പറഞ്ഞു, ഒന്നുകൂടി പറയാണേ, വഖാലു അവര് പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവര് പറയുന്നു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. അള്ളാഹിനെ കുറിച്ച് പറയാണ്, നിങ്ങൾ എന്താണോ അള്ളാഹിന്റെ മേൽ കെട്ടിച്ചമക്കുന്നത്, നിങ്ങൾ എന്താണോ അള്ളാഹുവിന്റെ മേൽ ദുരാരോപണം നടത്തുന്നത്, അതിൽ നിന്നൊക്കെ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ബൽ, അല്ല, അങ്ങനെയല്ല, ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. ലഹു അവന്റേതാണ്, മാ ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളതും, വൽ അർള് ഭൂമിയിലുള്ളതും. ലഹു അവന്റേതാണ്, മാ ഒന്ന് ഫിസ് സമാവാത് ആകാശങ്ങളിൽ, മാ ഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ള ഒന്ന്, അല്ലെങ്കിൽ ആകാശങ്ങളിലുള്ളതെല്ലാം, വൽ അർള് ഭൂമിയിലുള്ളതെല്ലാം. എന്നിട്ട് പറ, കുല്ലുൻ എല്ലാവരും, ലഹു അവന്, ഖാനിതൂൻ കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു. എല്ലാവരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ മുന്നിൽ കീഴ്പ്പെട്ടവരാണ് എല്ലാവരും. ഈ വാചകം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. വഖാലു അവര് പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു, ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവര് പറയുന്നു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ബൽ, അങ്ങനെയല്ല, ലഹു മാ ഫിസ് സമാവാതി വൽ അർള് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അവന്റേതാണ്. കുല്ലു ലഹു ഖാനിതൂൻ എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരുമാകുന്നു. ഇതാണ് 116 ആയത്തിലുള്ളത്. ഇനി എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ വിഷയം? അർത്ഥം മനസ്സിലാക്കണം എല്ലാവർക്കും? അർത്ഥം മനസ്സിലായോ? ഹലോ, അർത്ഥം ക്ലിയർ ആണല്ലോ? റെഡി? ഓക്കെ. എന്നാൽ എന്താണ് ഇനി അതിന്റെ വിശദീകരണം എന്ന് പറയണം. അതിൽ ആദ്യം പറഞ്ഞ വാചകാണ് വഖാലു ഇത്തഖദല്ലാഹു വലദ. അവര് പറയാണ്, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട്, അഥവാ അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് വാദിച്ച ആളുകൾ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരിക ക്രൈസ്തവരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല. മറിച്ച് പ്രധാനപ്പെട്ടത് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച 3 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് മക്ക മുശ്രിക്കുകളാണ്. മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിച്ചവരാണ്. അതിൽ തന്നെ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന ഒരു വാദം മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. അഥവാ മക്കയിലെ മുശ്രിക്കുകൾ പൊതുവെ പെൺകുട്ടി ജനിക്കുന്നതിനെ മോശമായി കണ്ടിരുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ചരിത്രം. അങ്ങനെ വാദിച്ച ആളുകളോട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പെൺകുട്ടികൾ ജനിക്കുന്നത് മോശമായി പറയുകയും അള്ളാഹ്ക്ക് പെൺമക്കൾ ഉണ്ട് നിങ്ങൾ വാദിക്കുകയും ചെയ്യുന്നു, വല്ല തെളിവുണ്ടോ എന്ന്? അല്ലേ? ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ മലക്കുകളെ സംബന്ധിച്ച്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിച്ച ആളുകളാണ്. മക്ക മുശ്രിക്കുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു.
അത് ഏത് അള്ളാന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളാഹിനെ കുറിച്ച് തന്നെ അവർ പറയണത്. അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികളാണ് മലക്കുകൾ. ഈ ഒരു അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ജൂതന്മാരായ ആളുകൾ. നമ്മൾ കുറേ ദിവസങ്ങളായി വിശദീകരിക്കുന്നത് ജൂതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ജൂതന്മാര് പറഞ്ഞു ഉസൈർ പ്രവാചകൻ അള്ളാഹുവിന്റെ മകനാണ്. ഉസൈർ, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഉസൈർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രവാചകനാണോ അല്ലേ? വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാഹ് വഖാലത്തിൻ നസാറ ഈസ ബിനുല്ലാഹ്. ഖുർആനിന്റെ ആയത്താണ്. ജൂതന്മാര് പറയുന്നു ഉസൈർ അള്ളാന്റെ മകനാണെന്ന്, ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ നബി അള്ളാന്റെ മകനാണെന്ന്. രണ്ടു പേരും അള്ളാന്റെ മക്കളല്ല, അള്ളാഹ്ക്ക് മക്കളില്ല. ഈസാ നബി അള്ളാന്റെ പ്രവാചകനാണ്. ഉസൈറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആര് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഉസൈർ പ്രവാചകൻ തന്നെയാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് റജുലുൻ സ്വാലിഹൻ മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽപ്പെട്ട നല്ല ഒരു മനുഷ്യൻ അത്രമാത്രമാണ് ഉസൈർ ഉള്ളത്, അല്ലാതെ ഒരു പ്രവാചകന്റെ സ്ഥാനം എന്ന് ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്തായിരുന്നാലും അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിച്ച ആളുകളാണ്, വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചവരാണ് മക്കാ മുശ്രിക്കുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതിലൊരു പക്ഷേ നമുക്കെല്ലാവർക്കും പരിചയം ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അവർ വാദിച്ചത് ഈസാ നബി അലൈഹി ഇസ്ലാം ഈസബിന് മറിയം എന്നതിന് പകരം ഈസബിനുല്ലാഹ്, അള്ളാന്റെ മകനാണ് ഈസാ നബി, ദൈവപുത്രനാണ് എന്ന് പറയുന്ന ഒരു വാദത്തിലാണ് അവരുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആളുകളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചതെങ്കിലും നമ്മൾ മറ്റൊരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട്, പലപ്പോഴും പലരുടെയും വിശ്വാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവരായതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള പല വിശ്വാസങ്ങളിലും മക്കൾ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരുപാട് മക്കളായിട്ട് വിശദീകരിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസപ്രകാരം പലരും അവരുടെ ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ടാണ് പല ദേവന്മാരും എണ്ണപ്പെടുന്നത്. സൂര്യഭഗവാന്റെ മകനായി കർണനെ അറിയിക്കുന്നു, അതുപോലെ തന്നെ വായുഭഗവാന്റെ മകൻ, അതുപോലെ തന്നെ ഇന്ദ്രന്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പലതുമാണ്. അർജുനന്റെയും അതേപോലെ തന്നെ ഭീമസേനന്റെയും ഒക്കെ കഥകൾ വായിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പല പേരുകൾ നമ്മൾ കേൾക്കും. അതുപോലെ തന്നെ ശിവനും ഗണപതിയും ഒക്കെ പറയുന്ന സമയത്ത്, സുബ്രഹ്മണ്യം പറയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാണ്, ശിവന്റെ മക്കളായിക്കൊണ്ടാണ് എണ്ണപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ, ആ ദൈവത്തിലെ അതിലേറെ മക്കൾ, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളിലുള്ളത്. എന്നാൽ എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഗണ്ണിച്ചുകൊണ്ട് പറയാണ് വഖാലുത്തഖദല്ലാഹു വലദ, അവര് പറയാണ് അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു അതിന് മറുപടി കൊടുക്കണം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനത്തെ ഒരാളുടെയും ഒരാവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വമദാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. അങ്ങനെയുള്ള അള്ളാഹ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ സഹായം ആവശ്യമില്ല. പൊതുവെ മക്കളുണ്ടാകുക എന്ന് പറയുമ്പോൾ, മക്കൾ ജനിക്കുമ്പോൾ തന്നെ എന്താ എല്ലാവരും പറയാ, ഞാൻ കുറച്ചുകൊണ്ട് കഴിഞ്ഞാലും എനിക്കൊരു സഹായിയായിട്ട്, എങ്ങനെയാണല്ലോ പൊതുവെ പറയാ അല്ലെ? മക്കളൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെ എങ്ങനെയാണ്, ചെറുപ്പത്തിലേ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ കണക്ക് ചോദിക്കും, കണക്ക് പറയും. എങ്ങനെ, ഞാനത് അതൊക്കെ വാങ്ങിത്തരുന്നുണ്ട്, ഇനി വലുതായിട്ട് എന്നെ നോക്കാതിരിക്കരുത് കേട്ടോ അല്ലേ? ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടീനോടൊക്കെ പറയും വലുതായ എന്നെ നോക്കൂലേ എന്നൊക്കെയാണ് രക്ഷിതാക്കൾ പലപ്പോഴും ചോദിക്കാറുള്ളത്. കുട്ടിയാറാ ഞാൻ നോക്കുതാറുണ്ട്, കണ്ണ് ഇങ്ങനെ തുറച്ച് കാണിച്ചിരുന്നല്ലാതെ എന്ത് ചെയ്യൂല, കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായിരുന്നാലും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതിൽ ചേർത്ത് വെച്ച് പറയാനുള്ളത്, നമ്മളങ്ങനെ മക്കളോട് എന്ത് ചെയ്യരുത്, എന്നെ വലുതായാൽ എൻ്റെ മക്കൾ എന്നെ നോക്കും എന്ന നിലക്ക് അവരെ വളർത്തരുത്. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ എന്തോ പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്, അള്ളാൻ്റെ അടുക്കലുള്ള പ്രതീക്ഷയല്ല. നമ്മൾ എന്തുകൊണ്ട് മക്കളെ നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ള പറഞ്ഞു നമ്മളോട്. എന്തുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അള്ള പറഞ്ഞു നമ്മളോട്. എന്തിനവരെ സഹായിക്കുന്നു, അള്ള പറഞ്ഞു നമ്മളോട്.
അല്ലാതെ ഞാനിതൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് പിന്നീട് ഓർമ്മ വരും, എന്നിട്ട് അവർ വലിപ്പത്തിൽ ഇന്നെ നോക്കും, ഞാൻ പ്രയാസപ്പെടുന്ന സമയത്ത് അവർ എനിക്ക് സഹായിയായിട്ട് മാറും. ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് നഷ്ടങ്ങളായിരിക്കും തോന്നുക. നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ മക്കൾ വളരുന്നില്ലെങ്കിൽ നമുക്ക് വേദനകൾ ഉണ്ടാകും. സാധാരണയേക്കാൾ കൂടുതൽ വേദനകൾ ഉണ്ടാകും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം അവരെ പ്രസവിക്കുക എന്നുള്ളതാണ്, അവരെ വളർത്തുക എന്നുള്ളതാണ്, അവരെ നോക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അത് ഞാൻ ചെയ്തു. പിന്നെ അവർ നന്നാവാം, അനുസരണമുള്ളവരാവാം, അനുസരണക്കേട് കാണിക്കുന്നവരാകാം. അതൊക്കെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്ക് നിരാശ ഉണ്ടാവില്ല. കാരണം എന്താ? എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ തവക്കൽത്തു അലല്ലാഹ്, ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കുന്നു. അല്ല, ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. അല്ലാതെ എന്തല്ല, നമ്മൾ ഈ കൊടുക്കുമ്പോഴേക്ക് അതിങ്ങനെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാത്ത അള്ളാഹുവിന് ഒരു സന്താനത്തിൻ്റെയോ പങ്കാളിയുടെയോ ആവശ്യമില്ല. അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവിടെ അള്ളാഹു പ്രയോഗിച്ചൊരു പ്രയോഗമാണ് സുബ്ഹാനഹു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധൻ, അവൻ എത്ര പരിശുദ്ധനാണ്. ഈ സുബ്ഹാനഹു എന്ന പ്രയോഗം എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും പരിശുദ്ധനായവനാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സുബ്ഹാനഹു എന്ന് പറഞ്ഞ പ്രയോഗത്തിന്റെ എല്ലാം മുമ്പിലോ ശേഷമോ അള്ളാഹുവിൽ ആളുകൾ പങ്കു ചേർത്തതോ അല്ലെങ്കിൽ അള്ളാഹ്ക്കില്ലാത്ത ചില കാര്യങ്ങൾ വെച്ച് കെട്ടിയതോ അള്ളാഹ്ക്കുള്ള ചില കാര്യങ്ങൾ നിഷേധിച്ചതോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സുബ്ഹാനഹു എന്ന് പറയുന്ന ഭാഗം അവിടെയെല്ലാം ഒന്നുകിൽ അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം, ഈ സുബ്ഹാനഹു എന്ന വാക്കിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സുബ്ഹാനഹു എന്ന വാക്കിൻ്റെ ശേഷമോ ആയിട്ട് അള്ളാഹിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നുകിൽ അള്ളാഹുവിന് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറയലായിരിക്കും. അതല്ലെങ്കിൽ അള്ളാഹ്ക്കില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും വെച്ച് കെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അവിടെയൊക്കെ എന്ത് ചെയ്യും? സുബ്ഹാന 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 സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഈ പറഞ്ഞ ആയത്തിലും തന്നെ സുബ്ഹാനഹു ബല്ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവര് ആ അള്ളാഹ്ക്ക് പങ്കാളിയെ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ സുബ്ഹാനഹു, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. കാരണം അള്ളാഹ്ക്ക് ന്യൂനതകളോ പോരായ്മകളോ ഇല്ല. ഒരാൾക്ക് മക്കൾ ഉണ്ടാകുക എന്നുള്ളത് അതൊരു കുറവാണ്. എന്തുകൊണ്ടാണ് അതൊരു കുറവാകുന്നത്? അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഒരു വ്യക്തിക്ക് കഴിവ് കുറയുമ്പോഴാണല്ലോ അയാൾക്ക് മക്കളെ ആവശ്യം വേണ്ടി വരുന്നത്, അവരുടെ സഹായത്തിലും അവരുടെ തണലിലും നിൽക്കേണ്ടി വരുന്നത്, അവരെ തങ്ങളുടെ കാര്യങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയായവനാണ്, അള്ളാഹു കാഫിയാണ്, മതിയായവനാണ്. എല്ലാത്തിനും അല്ല മതി. അള്ളാഹ്ക്ക് ഒരാളുടെയും ഒരു സഹായമോ പരിഗണനയോ അല്ലെങ്കിൽ ഒരാളുടെയും ഹെൽപ്പോ ഒന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഇതാണ് സുബ്ഹാനഹു എന്ന വാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഉള്ളത് എന്താ? ബല്ലഹു മാഫി സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും അത് അങ്ങനെയല്ല, ആകാശങ്ങളും ഭൂമിയും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. കുല്ലു ലഹു ഖാനിതൂൻ, എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ അല്ല പറയല്ല, നിങ്ങൾ അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നു വെറുതെ പറഞ്ഞല്ല. ഇവിടെ അള്ളാഹു പിന്നെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം കുല്ലുലഹു ഖാനിതു എന്ന് പറയല്ല ഇതേ. മറിച്ച് ആകാശങ്ങളും ഭൂമിയും എല്ലാം അള്ളാന്റെയാണ്, എല്ലാം അള്ളാന്റെയാണ്. അപ്പൊ പിന്നെ നിങ്ങളെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൂടെന്നാ? നമ്മുടേത് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ പറയും, നമ്മുടെ മക്കളോടൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ വീടുണ്ടല്ലോ ഇത് ഞാൻ ഉണ്ടാക്കിയതാ, അല്ലെ? എന്തിനാപ്പാ പറയണത്? ഞാൻ പറഞ്ഞതിന് കേട്ടോണം. ഈ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയതാ, അത് തിന്നുമ്പോ നല്ലോണം ആലോചിച്ചോളൂ. എന്താ? ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കണം. ഇവിടെ അള്ളാഹ് എന്താ പറയണത്? ആകാശങ്ങളും ഭൂമിയും ഒക്കെ അള്ളാന്റെതാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടോളിയും. അതൊരു കുറവല്ല. നമ്മൾ അള്ളാഹ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളത് ഒരു കുറവായിട്ട് ആർക്കും തോന്നണ്ട. കാരണം നമ്മളെല്ലാത്തിനും കഴിവുള്ള എല്ലാവരും കീഴ്പ്പെടുന്ന ഒരു റബ്ബിന്റെ മുന്നിലാണുള്ളത്, അല്ലേ?
അള്ളാഹ്ക്ക് പുറമെ നമുക്ക് വേറെ ആരെങ്കിലും കീഴ്പ്പെടാനോ മാറി നിൽക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ല ഞാൻ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് മറ്റേ ആളെ സ്വീകരിക്കണം, അള്ളാഹിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇന്നയാളെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു വേറെ ഒരാളുണ്ടെങ്കിൽ. എന്നാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെ ആർക്കും കഴിവില്ല. അപ്പൊ എല്ലാവരും എന്താണ്? അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ആളുകളായി മാറണം. മനസ്സിലാവുണ്ടോ അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ, എന്നാലും ഞാൻ അടുത്ത ആയത്താണേ. അടുത്ത അതിലേക്ക്, ഈ വാചകത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാം. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയൽ അള്ളാഹുവിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയൽ അള്ളാഹിനെ കളവാക്കുന്നതിന് തുല്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദ്ദബനി ഇബ്നു ആദം, ആദമിന്റെ മകൻ എന്നെ വ്യാജമാക്കി, വലം യകുൽ ലഹു ദാലിക്, അത് അവന് പാടില്ലായിരുന്നു. വശതമനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു, വലം യകുൽ ലഹു ദാലിക്, അത് അവന് പാടില്ലായിരുന്നു. فأما تكذيبه إياي فزعم أني لا أقدر أن أعيده كما كان, അവൻ എന്നെ വ്യാജമാക്കി എന്ന് പറയാനുള്ള കാരണം, അവനോട് ഞാൻ പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച അതേപോലെ തന്നെ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അവൻ കളവാക്കുകയാണ്, അതിനെ അവൻ വ്യാജമാക്കുകയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യൂല, അങ്ങനെ ഒരാളെയും സൃഷ്ടിക്കൂല. ഈ പറയണ പോലെ തിരിച്ചു കൊണ്ടുവരാനൊന്നും അള്ളാഹ്ക്ക് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അള്ളാഹുവിനെ വ്യാജമാക്കുകയാണ്. എന്നാൽ എന്നാൽ അവൻ അള്ളാഹിനെ ശതമ എന്ന് പറഞ്ഞാൽ ചീത്ത പറയാ എന്ന് പറഞ്ഞാൽ, ഫഖൗലുഹു ലീ വലദുൻ, അവൻ പറയലാണ് എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, എനിക്കൊരു മകനുണ്ട്, ഞാനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നവൻ പറയലാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫസുബ്ഹാനി, അപ്പോൾ സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ, അൻ അത്തഖിദ സാഹിബതൻ ഔ വലദൻ, അള്ളാഹു ഒരു സന്താനത്തെയോ ഒരു ഇണയെയോ സ്വീകരിക്കുക എന്നുള്ളതിൽ നിന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയൽ അള്ളാഹുവിന്റെ പരിശുദ്ധിക്കുള്ള ഒരു കളങ്കമാണ്. പല ആളുകളും ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും കടത്തി വരുമ്പോൾ, സത്യത്തിൽ ഈ ദൈവത്തിന്റെ മകൻ എന്ന പ്രയോഗം എന്തുകൊണ്ടാണ് അവർ പറയണത്? ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ഈസാ നബി, ഈസാ നബിക്ക് വാപ്പല്ലല്ലോ. അപ്പൊ വാപ്പ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആരിലേക്കാണ്? അത് അള്ളാഹുവിലേക്കാണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വാദം. ഇനി ഈ വാദത്തിന്റെ ഗൗരവം, ഈ വാദം പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസിഅത്തി സമാവാതു വൽ അർളു, ആകാശ ഭൂമികളൊക്കെ അതിങ്ങനെ പ്രകമ്പനം കൊള്ളുന്നുണ്ട്. വൽ ജിബാലു വ ജമീഉൽ ഖലായിഖ്, ജബലുകൾ അഥവാ പർവ്വതങ്ങളും വ ജമീഉൽ ഖലായിഖ്, എല്ലാ സൃഷ്ടിജാലങ്ങളും എല്ലാം ഭയന്ന് പറക്കാണ്. ഇല്ല സഖലൈൻ, രണ്ടെണ്ണം ഒഴികെ. രണ്ടെണ്ണം, അതാരാണ്? മലക്കുകളും മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാവരും, എല്ലാവരും, അത് ആകാശങ്ങളിലുള്ളവരുണ്ട്, ഭൂമിയിലുള്ളവരുണ്ട്, പിന്നെ പർവ്വതങ്ങളുണ്ട്, മറ്റു സർവ്വചരാചരങ്ങളുണ്ട്, എല്ലാവരും ആകെ ഭയവിഹ്വലമായിക്കൊണ്ട് നിൽക്കുകയാണ്. വഗളിബത്തിൽ മലായിക, മലക്കുകളാകട്ടെ കോപാകുലരായിട്ട് നിൽക്കുന്നുണ്ട്. വസ്തഅറതു ജഹന്നം, നരകമാകട്ടെ കത്തിജ്വലിക്കും ചെയ്യുന്നുണ്ട്. ഹീന ഖാലൂ, ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ, ഇത്തഖദല്ലാഹു വലദാ, അള്ളാഹു ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയേറെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആകാശഭൂമികളില്, പർവ്വതങ്ങളില്, സർവചരാചരങ്ങളില്, അതേപോലെ തന്നെ മലക്കുകളില്, പിന്നെ എല്ലാത്തിലും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു ബോധ്യപ്പെടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകങ്ങളിലൂടെ
നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പറയൂല. ഇതിന്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇത്രയേറെ വലിയ ഒരു വാചകം ഒരാൾ പറഞ്ഞിട്ടും ഓരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണല്ലോ അല്ലെ. ശരിക്കും നമ്മളോടൊന്ന് ചോദിക്കുക, നമ്മുടേതല്ലാത്ത ഒരു കുട്ടിനെ അത് നമ്മളിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇത് നിങ്ങളെ കുട്ടി തന്നെയാണെന്ന് തമാശക്ക് പോലും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുഖം മാറും അല്ലെ. ഒരു കുട്ടിനെ നമ്മൾ എടുത്തുക്കുമ്പോ അത് നിന്റെ മുഖം പോലെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വേറൊരു കുട്ടിന്റെ മുഖേ നമ്മുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കുടുംബകലഹം ഉണ്ടാകാൻ അത് മാത്രം മതി അല്ലെ. ഇനി അതല്ല, ഒരാൾ മനഃപൂർവ്വം ഒരു കുട്ടി വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് പറയാം ഞാൻ നിന്റെ മോനാണ് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മോനാണ് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഒരു പക്ഷേ വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കും നമ്മളെ. ഇത് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് ഈ പറയണത് നിന്റെ കുട്ടിയാണ് ഇന്ന ആള് എന്ന്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് മാത്രം മതി ഈ സർവചരാചരങ്ങളും ഇല്ലാതാവാൻ. പക്ഷേ അള്ളാഹു അവിടെ എന്ത് ചെയ്യാണ്? അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ട് അള്ളാഹു അവരോട് കരുണ കാണിക്കുകയാണ്, വിട്ടുവീഴ്ച ചെയ്യാണ്, അവർക്ക് മാറാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. അതിന് പ്രമാണങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ഒക്കെ തിരിച്ചു കൊടുത്തു. പക്ഷേ തിരുത്തിയവർ വളരെ ചുരുക്കമാണെന്ന് മാത്രം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോ ഇതാണ് അള്ളാഹു എത്ര കാരുണ്യവാൻ ഈ ഒരു വാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി അടുത്ത വാചകം നേരെ ശ്രദ്ധിക്കണേ. അടുത്ത ഒരു വാചകത്തിലേക്ക് വരികയാണ് നമ്മൾ. ബദീഉസ് സമാവാതി വൽ അർള്. ബദീഉ, ബദീഉ ഐനാണ്, ബദീഹു എന്ന് പറയരുത്. ബദീഉസ് സമാവാതി വൽ അർള്. وَإِذَا قَضَى أَمْرًا فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. وَإِذَا قَضَى, ഖളാ മദ്ദുണ്ട്, ഖാഫാണ്, ദ എന്നുള്ള പ്രയോഗമാണ്, അതിന് മദ്ദുണ്ട്, അപ്പൊ കുറച്ച് നീട്ടിയിട്ട് തന്നെ പറയണം. അതോടൊപ്പം അമ്ര, ആ എന്ന ഉച്ചാരണം കൂടിയാണ്, കുറച്ചും കൂടി നീട്ടാം. وَإِذَا قَضَى أَمْرًا فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. കും എന്നാട്ടോ പറയാ, കുൻ എന്നല്ല, കുൻ ഫയക്കൂൻ. കാരണം സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ ആണ്. അപ്പൊ എന്താണ് ചെയ്യുക? ഇഖ്ഫാ ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? ഇഖ്ഫാ. ഓക്കെ, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം കേട്ടോ. അപ്പൊ ഇനി പറയാണ് അതിന്റെ അർത്ഥത്തിലേക്ക് വരിക. ബദീഉസ് സമാവാതി വൽ അർള്. ബദീഅ എന്ന് പറഞ്ഞാല് മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുക, മുൻമാതൃകയില്ലാതെ നിർമ്മിക്കുക. ബദീഅ. ബിദ്അത്ത് എന്ന് കേട്ടില്ലേ നമ്മള്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുത്തനാചാരം. ഒരാൾ ചെയ്തത് തന്നെ ചെയ്യുക എന്നുള്ളതല്ല, പുതുതായിട്ട് വല്ലതും ചെയ്യാം. ഇവിടെ ബദീഅ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അസ്സമാവാത് ആകാശങ്ങളെയും വൽ അർള് ഭൂമിയെയും. ഇപ്പോ അള്ളാഹിനെ പരിചയപ്പെടുത്താണ് ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. ബദീഉസ് സമാവാതി വൽ അർള്, ബദീഅ നിർമ്മിച്ചവൻ, അതായത് വെറും നിർമ്മിക്കുക, ബന എന്നുള്ള അർത്ഥത്തിലല്ല. ബന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, നിർമ്മിച്ചു എന്നുള്ളതാണ്. അതല്ല, ഇവിടെ ബദിയ എന്ന് പറഞ്ഞാല് മുമ്പില്ലാത്ത ഒരു സാധനം പുതുതായിട്ട് തുടങ്ങുക, മുൻമാതൃകയില്ലാതെ തുടങ്ങുക. ബദീഉസ് സമാവാതി വൽ അർള്. എന്നിട്ട് പറയണം വഇദാ ഖളാ അംറ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അവൻ ആ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. കുൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അതുണ്ടാകും. അത്രേ ഉള്ളൂ.
അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൂന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, വേറൊന്നും വേണ്ടതില്ല. അതാണ് ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വ ഇദാ ഖദാ അംറ, അവർ വല്ല കാര്യവും തീരുമാനിച്ചാൽ, അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫ അപ്പോൾ ഇന്നമാ യഖൂലു ലഹു, അവൻ പറയുക മാത്രമേ വേണ്ടതുള്ളൂ. കുൻ, നീ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടായിത്തീരുന്നു. ഇതാണ് 117 ആയത്ത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചെറിയൊരു വിശദീകരണത്തിലേക്ക്, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാട്ടോ. അതായത് അള്ളാഹ്ക്ക് മകനുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. അവര് ആ പറഞ്ഞത് അതിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. കാരണം ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ് ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയൊക്കെ മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനാണവൻ. മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചു. അവിടെയാണ് ബിദ്അത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ബിദ്അത്ത് എന്നും അതിന്റെ ഗൗരവം എന്താണെന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതിനൊക്കെ പൊതുവെ എന്ത് ചെയ്യും, മതപരമായി ബിദ്അത്ത് എന്ന് പറയും. മതത്തിൽ ഒരാൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങുക, അതായത് ഇതുവരെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അള്ളാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്താലും ശരി, അതെന്താണ്, ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താൽ മാത്രമാണ് അതിന് സുന്നത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു വാചകം കൂടി പറയണം. ഈസാ നബി ദൈവപുത്രൻ എന്ന് വാദിക്കുന്നവരോട് അള്ളാഹു ഒരു പിതാവില്ലാതെ സന്താനത്തെ ഉണ്ടാക്കാൻ കഴിയുന്നവൻ തന്നെയാണ് അവരോട് പറയാനുള്ള കാര്യമാണ്. ഈസാ നബി ദൈവപുത്രനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ? ഈസാ നബിക്ക് വാപ്പല്ല, അതുകൊണ്ട് ദൈവപുത്രനാണ്. വാപ്പല്ലാത്ത കുട്ടികളുടെ ഒക്കെ വാപ്പ ആരാന്ന് വെച്ചിട്ട് അത് അള്ളാഹുവാണ് എന്ന് പറയുന്ന ശൈലിയിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ അള്ളാഹ് അതിന് മറുപടി കൊടുക്കുന്നൊരു വാചകമുണ്ട്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബിന്റെ കാര്യം അള്ളാഹിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ ഉപമയെ പോലെയാണെന്നാ. ഈസാ നബിന്റെ ഉപമ അത്രേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നജറാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ചില ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവരായ ആളുകൾ. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കണ സമയത്ത് അവർ പറഞ്ഞു, ഈസാ നബിനെ പോലെ വേറെ ആരാളുള്ളത്? അങ്ങനത്തെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതായത് വാപ്പല്ലാതെ ജനിക്കുക എന്നുള്ളത് അതൊരു അത്ഭുതമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ഈസാ നബിയെ ആരാധിക്കുന്നത്, ഈസാ നബിയെ ദൈവമായി കാണുന്നത്, അല്ലെങ്കിൽ ദൈവപുത്രനായി കാണുന്നത്. ആ സമയത്ത് അള്ളാഹുവാണ് അവർക്ക് മറുപടി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈസാ നബി വാപ്പല്ലാതെ ജനിച്ചതാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം ആരാ? വാപ്പയുമില്ല ഉമ്മയുമില്ല. അങ്ങനെ ജനിച്ച ആളാണ് ആര്? ആദം നബി അലൈഹി സ്വലാം. ആ ആദം നബിയെ അവർ ദൈവപുത്രനായി കാണുകയോ ദൈവപുത്രനായി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെ, അവിടെ എന്താ വെച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പിതാവില്ലാതെ ഒരാളെ സൃഷ്ടിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹ്ക്കൊരു പ്രശ്നമില്ല. ഇതെന്തിനാണ് അള്ളാഹു ഈ ആയത്തിൽ ഈ പദങ്ങൾ പ്രയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹ് പറയണത്. അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഭൂമിയും സർവചരാചരങ്ങളും ഒക്കെ സൃഷ്ടിച്ച എല്ലാം കീഴൊതുക്കിയിട്ടുള്ള അള്ളാഹ്ക്ക് ഒരു മകൻ ജനിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കൊരു കുറവായിട്ടാണ് തോന്നുന്നത്. അതൊരിക്കലും ഒരു മകന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല എന്നുള്ള ഒരു പ്രയോഗം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു അത്രത്തോളം കഴിവുള്ളവനാണ്. അള്ളാഹിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൃഷ്ടിയുമായും തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. മനുഷ്യന് ഒരുപാട് കഴിവുകളുണ്ട്, എന്നാൽ കഴിവിന്റെ പരിപൂർണത മനുഷ്യനുണ്ടോ? ഇല്ല. ജിന്നുകൾക്ക് കഴിവില്ലേ? ഉണ്ട്. ജിന്നുകൾക്ക് കഴിവുകളുടെ പരിപൂർണതയുണ്ടോ? ഇല്ല. മലക്കുകൾക്ക് കഴിവില്ലേ? മലക്കൾക്ക് കഴിവുണ്ട്. എന്നാൽ എല്ലാ കഴിവും ഉള്ളവരാണോ മലക്കുകൾ? അല്ല, അത് അള്ളാഹു മാത്രമാണ്. അതാണ്
ഈ ആയത്തിന്റെ അവസാനവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് പറഞ്ഞല്ലോ. വഖാലു ഇത്തഖദല്ലാഹു വലദ, അവർ വാദിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിന് അള്ളാഹ് കൊടുത്ത 5 മറുപടി നോക്കിക്കോ. നമ്മളിപ്പോ പറഞ്ഞ ആയത്തുകൾ തന്നെ കേട്ടോ. അള്ളാഹ് കൊടുത്ത 5 മറുപടിയാണ്. സുബ്ഹാനഹു, ഒന്നാമത്തെ കാര്യം, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. നിങ്ങൾ ആ പറയുന്ന ആ വാക്കിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. രണ്ടാമത്തെ കാര്യം, ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ അവൻ്റേതാണ്. അപ്പൊ അള്ളാഹ്ക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഒരു മകന്റെയോ ഒരു പങ്കാളിയുടെയോ സഹായം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് അള്ളാഹ്ക്കില്ല. കാരണം ആകാശങ്ങളും ഭൂമിയും ഒക്കെ ഉണ്ടാക്കിയത് എല്ലാം അള്ളാഹുവിൻ്റെതാണ്. കുല്ലു ലഹു ഖാനിതൂൻ, എല്ലാവരും കീഴൊതുങ്ങിയിട്ടുള്ളതും അള്ളാഹിന്റെ മുന്നിലാണ്. എല്ലാവരും കീഴൊതുങ്ങിയിട്ടുണ്ട്. അവിടെ മകൻ ഒഴിവെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഒഴിവെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഒഴിവെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും അള്ളാഹിന്റെ മുന്നിൽ കീഴൊതുങ്ങിയവരാണ്. നാലാമത്തെ കാര്യം, ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ഒക്കെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. അങ്ങനെയുള്ള അള്ളാഹ്ക്ക് മുൻമാതൃകയില്ലാതെ, ഒരു അച്ഛനില്ലാതെ, ഒരു വാപ്പയില്ലാതെ ഈസാ നബിയെ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണോ? ആകാശം സൃഷ്ടിച്ച റബ്ബിന്, പിന്നെ എന്താണ്, ഭൂമി സൃഷ്ടിച്ച റബ്ബിന് മുൻമാതൃകയില്ലാതെ ഒരു പുരുഷനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇനി അഞ്ചാമത്തെ കാര്യമോ, അള്ളാഹു ഒന്നുകൂടി അള്ളാഹിനെ പരിചയപ്പെടുത്തണം. അങ്ങനെ വല്ല കാര്യവും അള്ളാഹ്ക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ അതിന് ഒരു മറിയമിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുൻ, ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അത് ഉണ്ടാകും. അത്രയേ ഉള്ളൂ. വൈദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയക്കൂൻ. ഇതാണ് ഈ ഒരു വാചകത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? രണ്ടായത്തുകൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? റെഡി 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 ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി 118 ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ, കൂടെ ഓതാൻ നോക്കുക എല്ലാവരും. وقال الذين لا يعلمون وقال الذين لا يعلمون لولا يكلمنا الله. ഇവിടെ ലാ യഅലമൂന ഐനാണ്, അത് ആ ഉച്ചാരണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യഹ്ലമൂന എന്നൊന്നും പറയാൻ പാടില്ല. لا يعلمون لولا يكلمنا الله أو تأتينا آية. നാ എന്നുള്ളത് നീട്ടണേ. كذلك قال الذين من قبلهم. അവിടെ മിൻ ഖബിലിഹിം, മിൻ എന്ന് പറയേണ്ടതില്ല, ഖാഫാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ്. അപ്പോൾ ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്. മിൻ ഖബിലിഹിം. അവിടെ കൂട്ടി ഓതുകയാണെന്നുണ്ടെങ്കിലോ, كذلك قال الذين من قبلهم مثل قولهم. മിഥില, അവിടെ ഖബിലിഹിം എന്നുള്ളതിന്റെ മീമും മിഥില എന്ന മീമും കൂടി ചേരുകയാണ്. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർത്തു. അതുകൊണ്ടാണ് മിൻ ഖബിലിഹിം മിസ്ല ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. ബയ്യന്ന, ബയന്ന അല്ല, ബയ്യന്ന. യാക്ക് ശബ്ദമുണ്ട്, നൂനിനും ശബ്ദമുണ്ട്. പിന്നെ അൽ ആയാത്ത്, അൽ ആയാത്താണ്. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. ഓക്കെ,
മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ച് ചില ആളുകൾ പറഞ്ഞ വാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി അതിന്റെ ബാക്കി എന്നോണം അള്ളാഹു സുബ്ഹാനഹു തആലയോട് അവര് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചു. പലരും പറഞ്ഞ വാദങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറയണം വഖാലല്ലദീന ലാ യഅലമൂൻ. ഖാല പറഞ്ഞു, അല്ലദീന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം, ലാ യഅലമൂന അറിവില്ലാത്തൊരു വിഭാഗമാണ് പറയണത്. അഥവാ വിവരമില്ലാത്തവർ പറഞ്ഞു. വിവരമില്ലാത്തവർ പറയാണ് ലൗലാ യുകല്ലിമുനല്ലാഹ് ഔ തഅതീന ആയ. ലൗലാ യുകല്ലിമുന, കല്ലമ എന്ന് പറഞ്ഞാൽ എന്താ? കല്ലമ കലാം, കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിക്കണം. ലൗലാ യുകല്ലിമുനല്ലാഹ്, അള്ളാഹു സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നൊരു എങ്കിൽ, ഔ അല്ലെങ്കിൽ തഅതീന ആയ, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഞങ്ങളോട് എന്ത് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല. അതായത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില വാദങ്ങളാണല്ലോ, അള്ളാഹു ഞങ്ങളോട് സംസാരിച്ചില്ല, ഞങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല, അള്ളാഹിനെ നേരിട്ട് ഞങ്ങൾ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഈ രൂപത്തിലുള്ള പല പദപ്രയോഗങ്ങളും അവർ നടത്താറുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അവർ പറയാണ് ലൗലാ യുകല്ലിമുന, ലൗലാ യുകല്ലിമുന, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ ഖാല പറഞ്ഞു, അല്ലദീന ഒരു കൂട്ടം ആളുകൾ, ലാ യഅലമൂന അറിവില്ലാത്തവരായ ആളുകൾ, ലൗലാ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടില്ല, ലൗലാ ലാ യുകല്ലിമുന, യുകല്ലിമുന സംസാരിക്കുക, ഞങ്ങളോട് സംസാരിക്കുക അല്ലാഹ്. ലൗലാ യുകല്ലിമുന എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളോട് സംസാരിക്കുന്നില്ല, അള്ളാഹു ഞങ്ങളോട് സംസാരിക്കുന്നില്ല. അതായത് അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഔ അല്ലെങ്കിലോ തീന ആയ, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരണം, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങളോട് അള്ളാഹ് നേരിട്ട് സംസാരിക്കണം, ഞാൻ അള്ളയാണ് എന്നിട്ട് പറയണം, അല്ലെങ്കിൽ ദാ ഇത് എൻ്റെ പ്രവാചകനാണ് എന്നിട്ട് പറയണം. അങ്ങനെ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല എന്നിട്ട് പറയണം കദാലിക്, അപ്രകാരം തന്നെയാണ് ഖാലല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരുന്നത്. ഖാല പറഞ്ഞു, അല്ലദീന ഒരു കൂട്ടം ആളുകൾ, മിൻ ഖബലിഹിം അവർക്ക് മുമ്പുള്ള, മിസ്ല ഖൗലിഹിം എന്താണോ അവർ പറഞ്ഞത്, മിസ്ല പോലെ, ഖൗലിഹിം അവരുടെ വാക്കുപോലെ. ഇപ്പൊ ഇവരെന്താണോ പറയണത് അങ്ങനെ തന്നെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകളും പറഞ്ഞത്. തശാബഹത്ത്, തശാബഹത്ത് എന്ന സാദൃശ്യമായി, ശുബ്ഹ് തശാബഹ എന്ന് പറഞ്ഞതിനെ സാദൃശ്യമായി, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം എന്താണ് സാദൃശ്യമായിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സാദൃശ്യത്തോടു കൂടിയാണുള്ളത്. കാരണം രണ്ടു കൂട്ടരുടെയും വാദം ഒന്നാണ്. പണ്ടുണ്ടായിരുന്ന ആളുകളും പറഞ്ഞാൽ എന്താ, ഞങ്ങൾ പ്രവാചകനെ വിശ്വസിക്കൂല, ഞങ്ങൾക്ക് നേർക്ക് നേരെ എങ്ങനെ കാണണം, ഇങ്ങനെ നീ ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോണം, അവിടുന്ന് ഇങ്ങനെ അള്ളാഹ് ഇങ്ങനെ ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഒരു വേദഗ്രന്ഥം ഞങ്ങളെ മുന്നിലേക്ക് എത്തണം, എന്നാലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട് എന്നാണ് അള്ളാഹ് പറയണത്. ഇത് ആരോടാ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അവരുടെ മുൻഗാമികളായ പ്രവാചകന്മാരോടും അതേ വാചകം പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ ഇപ്പോഴുള്ള ആളുകളും പറയുന്നുണ്ടല്ലോ, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. ഖദ് ബയ്യന്ന, ഖദ് തീർച്ചയായും, ബയ്യന്ന നാം വ്യക്തമാക്കിയിട്ടുണ്ട്, അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, ലിഖൗമിൻ ഒരു ഖൗമിന് വേണ്ടി, യൂഖിനൂൻ അവർ ദൃഢമായി വിശ്വസിക്കുന്നു. അഥവാ ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വാചകങ്ങൾ നേരെ ശ്രദ്ധിക്കുക, കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല, എന്നാൽ ഒന്ന് മനസ്സിരുത്തിയാൽ പെട്ടെന്ന് മനസ്സിലാവും. സത്യനിഷേധികളായ വിവരമില്ലാത്ത ആളുകൾ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചോ പ്രവാചകന്മാരെ കുറിച്ചോ ഒരു ധാരണയില്ലാതെ വെറും വായി തോന്നിയത് മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു ഇൽമുമില്ലാത്ത ആളുകൾ പറയും, ലൗലാ യുകല്ലിമുനല്ലാഹു ഔ തഅതീന ആയ, അള്ളാഹ് ഞങ്ങളോട് നേരിട്ട് എന്താ സംസാരിക്കാത്തെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ നേർക്ക് നേരെ ഒരു ദൃഷ്ടാന്തം ഇറക്കി തരാത്തെ, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒന്ന് അങ്ങനെ കിട്ടണം, എന്നാലേ ഞങ്ങളത് സ്വീകരിക്കുള്ളൂ. അവർക്ക് ഖുർആൻ പറ്റൂല, അല്ലേ? അവര് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്താലും അവർ പറയുന്ന ഇതിപ്പോ എല്ലാവർക്കും അറിയില്ലേ,
അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുടെ എന്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും എന്താ പറയാ, ഇത് വല്ലാത്തൊരു സിഹിർ തന്നെയാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സത്യനിഷേധികൾ വന്ന് പറയുന്നുണ്ട്, മുഹമ്മദ് ആ ചന്ദ്രനെ 2 പിളർപ്പായി ഞങ്ങൾക്ക് കാണിച്ചാട്ട്, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലൂടെ വലിയൊരു മുഅ്ജിസത്ത് പ്രകടമാക്കി. 2 ഭാഗങ്ങളിലേക്ക് ചന്ദ്രൻ പിളർന്നു. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, ഖുർആനിലുള്ള കാര്യമാണ്. എന്നാ അപ്പൊ എന്താ അവര് പറഞ്ഞേ, മുഹമ്മദേ നിന്റെ ആ ഒരു സിഹിർ വല്ലാത്ത സിഹിർ തന്നെ കേട്ടോ, ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി, വല്ലാത്ത മാജിക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമാക്കി. അവരെന്തെല്ലാം പറഞ്ഞാൽ ഇനിയിപ്പോ അള്ള് ഇറങ്ങി വന്നതിനെ അവർ അംഗീകരിക്കുവോ? അള്ളാഹ് അവരോട് നേരിട്ട് സംസാരിച്ചാൽ അവർ സമ്മതിക്കുവോ? ഇല്ല. കാരണം എന്താ? വിവരമില്ലാത്ത കൗമാണ്, അറിവില്ലാത്തവരാണ്, അവർക്കിട്ട് മാറണമെന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. ഇപ്പൊ ഇവരെന്താണോ പറയണത് അതേപോലെ തന്നെ മുമ്പും പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്നത് പോലെ തന്നെ, ഇത് പുതിയ വാദമല്ല. ഇതെന്തിനാ പറയണേ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാനായിട്ടുള്ള പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും എന്താ അവർ പറയാ, ഇത് ഞങ്ങൾ സ്വീകരിക്കൂല, ഇത് ഞങ്ങൾ അംഗീകരിക്കൂല. നമുക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങളാണ്. പല കാര്യങ്ങളും മതപരമായിട്ട് പല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും സ്വീകരിക്കാതെ അപ്പോഴൊക്കെ ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഇന്നത്തെ കൗമുണ്ട്, സമൂഹമുണ്ട്. അവിടെ ഇസ്ലാമിനെ കുറ്റം പറയുക, വേദഗ്രന്ഥത്തെ കുറ്റം പറയുക, പരലോകത്തെ കുറ്റം പറയുക, അള്ളാഹിനെ കുറ്റം പറയുക അല്ലെ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കും. എന്നാൽ അള്ളാഹ് പറയാണ്, ഇവരിപ്പോൾ ഈ പറഞ്ഞ അതേപോലെ തന്നെയാണ് മുമ്പും കുറേ ആൾക്കാരുണ്ടായിരുന്നേന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സമാധാനിപ്പിക്കലാണ്. അതായത് ഇപ്പോൾ നമ്മളൊരാൾ എനിക്ക് കാലുവേദന എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കാലുവേദന ഉള്ളൂ, 2 കാലും ഇവിടെ വേദനിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇവിടെ അല്ലെ. അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് അറിയാലോ. ആ രൂപത്തിലുള്ള ഒരു പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനിപ്പിച്ചു കൊടുക്കണം. നബിയെ, ഇങ്ങളെ കൗമ് മാത്രമൊന്നല്ല, ഇതിനു മുമ്പുള്ള ആൾക്കാർ ഇതേപോലെ തന്നെയായിരുന്നു. തശാബഹത് ഖുലൂബുഹും, ഈ 2 കൂട്ടരുടെയും മനസ്സുകൾ എന്തുണ്ട്, പരസ്പര സാമ്യത്തിലുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യുഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാചകം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു ആയത്തിട്ടോ, അതായത് ചിന്തിക്കുന്ന ആളുകൾക്ക്, വിശ്വസിക്കുന്ന മൂക്കിനീങ്ങളായ ആളുകൾ, മൂക്കിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ആയത്തുകൾ മതി. അവർക്ക് കിട്ടുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്കത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, അവരത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, ഓരെന്ത് ചെയ്യും, അവരിതൊന്നും അംഗീകരിക്കാനോ ഈ പറഞ്ഞത് സ്വീകരിക്കാനോ അവർ റെഡിയാവണില്ല. മനസ്സിലായോ അല്ലേ? എല്ലാവർക്കും ഓക്കെയാണോ? റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാം. വഖാലല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞല്ലോ, വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞു. അതാരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഈ വിവരമില്ലാത്തവർ? അതിലൊരു വിഭാഗം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയവരൊക്കെ ഈ പറയപ്പെട്ട ആളുകളാണ്. പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കാൻ മടി കാണിച്ച ആളുകൾ, അവരെ കളവാക്കിയ ആളുകൾ, അവരെ വ്യാജന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ, അവര് കള്ളന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ, ഇവരൊക്കെ എന്താണ്, ലാ യഅലമൂനാണ്, അറിവില്ലാത്ത ആളുകളാണ്, വിവരമില്ലാത്ത ഒരു അന്തംകമ്മി ടീമെന്ന് അറിയില്ലേ, ആ രൂപത്തിലുള്ള ആൾക്കാർ. ഇനി ഈ ഒരു വാചകത്തിലുള്ളത് ആരാണ്? അതാണ് നമുക്ക് പ്രധാനം. ഈ ഒരായത്തിൽ മക്കയിലെ അവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരും ഇതേ കാര്യം പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങളുമായി അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ, എന്തെല്ലാം പ്രബോധനം ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം ആയത്തുകൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടോ, എന്ത് പറഞ്ഞാലും ഒരു പറയാ, ഞങ്ങളിത് വിശ്വസിക്കൂല, ഞങ്ങൾക്ക് ഇന്ന കാഴ്ചകളൊക്കെ കാണണമെന്ന് പറഞ്ഞ് അവർ ചില വെല്ലുവിളികൾ സംസാരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല നേരിട്ട് സംസാരിച്ചില്ല എന്നതുകൊണ്ട് അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹ് നേരിട്ട് എന്നോട് സംസാരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ ഇവർ പറയണേ. എന്നാൽ അള്ളാഹു സംസാരിച്ച ആ പ്രവാചകൻ, അല്ലെങ്കിൽ അള്ളാഹു വഹ്യു കൊടുത്തിട്ടുള്ള പ്രവാചകൻ, ആ പ്രവാചകൻ കൊണ്ടുവന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ കുറെ ആൾക്കാർ, നിങ്ങൾ പറയണ പടച്ചോൻ പറയണ ആ പടച്ചോൻ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് നിങ്ങളോട് മാത്രമല്ലേ ഉള്ളൂ പറയണേ. നിങ്ങളെ നബി എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ, നിങ്ങളെ കിതാബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾ പറയുന്ന ആളുകൾ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറയുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായങ്ങൾ സത്യത്തിൽ അതൊരു ന്യായമാണോ എന്ന് പരിശോധിച്ചാൽ അല്ല എന്നുള്ളത് ഓർക്കും അറിയാം. പിന്നെന്താ, അവരുടെ ജീവിതത്തിൽ തോന്നിവാസിയായിട്ട് ജീവിക്കണം, അതിന് മതം ഒരു തടസ്സമായി മാറുന്നു. അതുകൊണ്ട് മതം വേണ്ട, അതുകൊണ്ട് നിങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പൊട്ടന്മാരാണ്. ഇതാ പറയാ, 6-ാം നൂറ്റാണ്ടിലെ പൊട്ടന്മാര്, ബസ് കിട്ടാത്ത ആൾക്കാർ, അല്ല ഇവരൊക്കെ കാറോണ്ടാ പോണേ. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യല് വിമർശിക്കാറുള്ളത്. സത്യത്തിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കർമ്മപരമായ വിഷയത്തിലോ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മനുഷ്യ സഹജമായിട്ടുള്ള നിയമങ്ങളോ എന്തെങ്കിലും ഒന്ന് തെറ്റാണെന്ന് പറയാൻ അതിലൊന്നും പറ്റൂല. അതിനൊന്നും വരിക കഴിവുമില്ല, അറിവുമില്ല, വെളിവുമില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകൾ പണ്ടുണ്ട്, ഇപ്പോഴുണ്ട്. അവിടെ തന്നെ ചില അവിശ്വാസികളുടെ വാദങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അവിശ്വാസികൾ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കമുള്ള മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടും നമ്മുടെ പ്രവാചകനോടും പറഞ്ഞ കാര്യങ്ങൾ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അള്ളാഹു നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് അറിയോ? ഒരു പറയാണ്, ഒന്നാമത്തത് വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ അങ്ങനെ വരണം, ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫൗണ്ടൈൻ ഇങ്ങനെ വന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അതായത് മരുഭൂമിയിൽ എന്ത് ചെയ്യണം? നീരുറവ കാണണം, ഞങ്ങൾ വിശ്വസിക്കും, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കൂല. അല്ലാതെ ലൻ നുഅ്മിന ലക, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കൂല എന്നാണ്. ആ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കും, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കൂല. ഒരു വാദം നിർത്തിയോ? ഇല്ല. 90-ാമത്തെ ആയത്താണെങ്കിൽ 91-ാമത്തെ ആയത്തിൽ എന്താ? വീണ്ടും അവർ പറയാണ്, ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അല്ലെങ്കിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായ അരുവികൾ ഒഴുക്കുകയും ചെയ്യാം. നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടം ഇങ്ങനെ ഉണ്ടാകുക, ജിംബൂമ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നറിയില്ലേ അല്ലേ? അതേപോലെ തോട്ടം കൊണ്ട് ഉണ്ടാകുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ പോവുക. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, അല്ല വിശ്വസിക്കൂല, അല്ലാതെ വിശ്വസിക്കൂല. അതാണ് അവരുടെ അടുത്ത വാദം. ഇനി വീണ്ടും നിർത്തിയോ? ഇല്ല. 92-ാമത്തെ ആയത്ത് കേട്ടോ, ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫ ഔ തഅതി ബില്ലാഹി വൽ മലായികതി ഖബീല. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തു എന്ന് പറഞ്ഞാല്, ആകാശം മുണ്ടുപിളരുന്നൊക്കെയല്ലേ പറഞ്ഞേ? ആകാശം പൊട്ടിപ്പിളരുന്നല്ലേ? എന്നാ കാണിക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അള്ള വരും, മലക്കുകൾ വരുന്നല്ലേ? എന്നാ ഓരോ വരട്ടെ, ഓരണ്ട് വരട്ടെ, എന്ന് നമ്മൾ വിശ്വസിക്കാം. ഇങ്ങനെ എന്തൊക്കെ പ്രവാചകന്മാർ പറഞ്ഞോ അതിനൊക്കെ എതിർപ്പുകളുമായി കടന്നു വന്ന ആളുകൾ, അതാണ് ശരിക്ക് ഈ പറഞ്ഞ ആളുകൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ അവിശ്വാസികളായ ആളുകൾ അള്ളാനെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട്, അവരെയെല്ലാം അവിശ്വസിച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എന്നാൽ ഇങ്ങനത്തെ കുറെ വാദങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി നിർത്തിയോ? ഇല്ല. ഇനി വീണ്ടും നോക്കിക്കോ. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്സമാ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറ റസൂല. അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നത് വരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടു വരുന്നത് വരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല. നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടോ? എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കയറിപ്പോടെ ഞങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണ ഞങ്ങൾ കാണട്ടെ. അതായത് അവര് പറഞ്ഞ പോലെയായ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇത് കണ്ടു എന്ന് വിചാരിച്ചു, എന്നാൽ അവർ വിശ്വസിക്കൂ? ഇല്ല. കാരണം എന്താ? വിശ്വസിക്കാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്താം. അതായിരുന്നു ഈ പറയപ്പെട്ട അവിശ്വാസികളുടെ എല്ലാം സ്വഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ വിശുദ്ധ ഈ ആയത്തുകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തു ഇസ്രായിലെ 90 മുതൽ 93 വരെയാണ്. 90, 91, 92, 93 ആയത്തുകളാണുള്ളത്. ഇതൊക്കെ അവരുടെ വാദങ്ങളാണ്. അവരിങ്ങനെ പ്രവാചകനോട് പറയാണ്, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന്, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇതാണ് അവരുടെ വാദങ്ങൾ. അപ്പം അവിടെ ബാക്കിയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോ ആയത്തുകളോ കിതാബോ ഖുർആനോ ഇതൊന്നും ഒരു അംഗീകരിക്കൂല.
അതിനാണ് പച്ച മലയാളത്തിൽ അവിശ്വാസി എന്ന് പറയാം. ഓര് പറഞ്ഞത് അള്ള കാണിക്കുക എന്നുള്ളത്, അള്ള കാണിച്ചത് ഒരു വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ അവരിലേക്ക് ഇറങ്ങി, ഞാൻ പ്രവാചകൻ ഒരു അംഗീകരിക്കുന്നുണ്ടോ? എന്ത് പ്രവാചകൻ? ഇതെന്താണ്? എന്ത് പ്രവാചകൻ അങ്ങാടി കൂടെ ഒക്കെ നടക്കുക? ഇങ്ങനെ പ്രവാചകന്മാരുണ്ടാകുക? ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. അല്ല, മലക്ക് വരണ്ടേ? മലക്കല്ലേ പ്രവാചകനായിട്ട് വരേണ്ടത്, അല്ലാതെ നമ്മൾ വിശ്വസിക്കൂല. ഇതാ വേറെ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എന്തെല്ലാം വാദങ്ങൾ പറഞ്ഞാലും അതിനെല്ലാം നിസാരവൽക്കരിക്കുന്ന ആളുകളായിരുന്നു ഈ വിഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നാലും ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി എന്താണോ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങൾ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യം. ഒന്ന് ഓതി നോക്കിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. ഓൾറെഡി നിങ്ങൾ ഓരോരുത്തരും ഓതിയിട്ടുണ്ടാകും, പെട്ടെന്നൊന്ന് പറയാം. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി മനഃപ്പാടമാക്കി പോകുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ദീൻ മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.